പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കുടുംബത്തിലേക്കൊരു പോലീസുകാരൻ വരാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? അതിന്റെ വലുപ്പം അറിയാൻ പോകുന്നേ ഉള്ളൂ. നന്ദൻ തനിക്ക് സമൂഹത്തിൽ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ ഓർത്തുകൊണ്ട് പെങ്ങളെയും അളിയനെയും നോക്കി. അളിയ, എപ്പ കല്യാണം മാത്രം തീരുമാനിച്ചാൽ മതി. ബാക്കിയൊക്കെ ദേ മുന്നിൽ നിന്ന് ഞാൻ നടത്തും. എന്റെ കുട്ടി ഇത്രയും അനുഭവിച്ചൊക്കെ മതി. അവൻ എംബോക്കി ഉണ്ടല്ലോ, അവൻ കെട്ടുകഴിഞ്ഞൊരു കൊച്ചായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. അവന്റെ മുമ്പിൽ അന്തസ്സോടെ നടത്തി കാണിക്കണം എന്റെ മോളുടെ കല്യാണം, അത് കഴിഞ്ഞുള്ള ജീവിതം. രാധികയുടെ മൂത്ത സഹോദരനാണ് വികാരാധീനനായി പറഞ്ഞത്. അത് കേൾക്കി ഒരു നിമിഷം എല്ലാവരും മുഖമൊന്ന് മാടുകയും ഹരീഷിനോട് കടുത്ത ദേഷ്യം തോന്നുകയും ചെയ്തു. കഴിഞ്ഞതൊക്കെ മതി പറഞ്ഞത്. എംബോക്കിയെ പറ്റി പറഞ്ഞ നമ്മുടെ സമയം കളയണ്ട, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഷാജിയുടെ മൂത്ത ജ്യേഷ്ഠം പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അത് വിട്ട് കാര്യ ചർച്ചയിലേക്ക് കടന്നു. ചേച്ചി, ഇളയവന് SL ലിസ്റ്റിലുണ്ടല്ലേ? ഇത്ര ചെറിയ പ്രായത്തിന് സർക്കാർ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ വേണിക്ക് ജോലി കിട്ടിയത് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് കോച്ചിങ്ങിന് പോകണമെന്നാ. മുമ്പ് സർക്കാർ ജോലിയൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ നോക്കിയിരുന്ന മൂക്കിൽ പല്ല് മുളക്കുന്നൊക്കെ പറഞ്ഞ പെണ്ണ. വേണിക്ക് ജോലി കിട്ടിയത് അറിഞ്ഞപ്പോൾ തന്നെ പ്ലേറ്റ് മാറ്റിയത്. അടുക്കളയിൽ ചായക്കപ്പോൾ കഴിയായിരുന്നു സന്ധ്യ. അത് കേട്ടപ്പോൾ ചിരിയോടെ നാത്തുവിനെ നോക്കി. അമ്മയുടെയും അമ്മായിമാരുടെയും വല്യമ്മമാരുടെയും സംസാരം കേട്ടുകൊണ്ട് വേണിയും തൊട്ടടുത്ത് തന്നെയുണ്ട്. അല്ലേ ചേച്ചി, നമ്മൾ ഉച്ചകഴിഞ്ഞ് അങ്ങ് ചെല്ലുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഉണ്ടാവില്ല എല്ലാവരും? ഹർഷന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. അവരെ അമ്മയും മക്കളും പിന്നെ ഹർഷന്റെ ചെറിയച്ഛനും ഉണ്ടാവും. അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ ഒത്തിരി പേരൊന്നുമില്ല, രാധിക പറഞ്ഞു. ഒത്തിരി ബന്ധുക്കളൊന്നും അല്ലെങ്കിലും ഇല്ലാതിരിക്കുന്നേ നല്ലത്. മുമ്പൊരുത്തം ചെയ്ത പണി ഓർമ്മയുണ്ടല്ലോ. പറയുമ്പോ പേര് കേട്ട തറവാടൊക്കെ ആയിരുന്നു. എന്തായാലും അതിനേക്കാൾ നല്ല ഇത് തന്നെയാ. വലിയ കുടുംബവും കൂട്ടുകുടുംബവും ഒന്നും ഇല്ലെങ്കിലും നല്ല മനുഷ്യരായാൽ മതി. എന്റെ കുട്ടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചാൽ മതി. ഷാജിയുടെ അടുത്തമ്മയാണ് പറഞ്ഞത്. അത് കേൾക്കെ എല്ലാവരുടെയും മുഖമൊന്ന് വാടിപ്പോവുകയും ചെയ്തു. വേണി ഒഴികെ എല്ലാവരും ചേർന്ന് ഒരുമിച്ചാണ് ഹർഷന്റെ വീട്ടിലേക്ക് ചെന്ന് ഹർഷനും രാധികയും ഗോപനും ശ്യാമും ഹാർദവുമായി സ്വാഗതം ചെയ്തവരെ അകത്തേക്ക്. പരസ്പരം പരിചയപ്പെട്ടതിന് പുറമേ തന്നെ രാധിക ഡ്രിങ്ക്സും സ്നാക്സും കൂടെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിച്ച ശേഷമാണ് കാര്യങ്ങളിലേക്ക് കടന്നത്. കല്യാണം എപ്പോഴായാലും ഞങ്ങൾക്ക് സമ്മതമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങാനോ സമയമൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ കൂടെ സൗകര്യം പോലെ നിശ്ചയോ കല്യാണോ എങ്ങനെയാന്ന് വെച്ചാ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഷാജിയുടെ മൂത്ത ജ്യേഷ്ഠനാണ് കാരണവർ സ്ഥാനത്ത് നിന്ന് സംസാരിച്ചു തുടങ്ങിയത്. ഞങ്ങൾക്ക് ഒത്തിരി നീട്ടണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു നിശ്ചയത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാലോ, നേരിട്ട് കല്യാണം പോരെ? രാധികയാണ് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കിയത്. ആർക്കും തന്നെ അതിലെതിരില്ലായിരുന്നു. വേണിയുടെ രണ്ടാം വിവാഹമായതുകൊണ്ട് തന്നെ ബന്ധുക്കളിൽ പലർക്കും വലിയ ആർഭാടം വേണ്ട എന്നൊരു ചിന്ത പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലുണ്ടായിരുന്നു. അത് മതി, അങ്ങനെ പോരെ ഷാജി, നേരിട്ട് അങ്ങോട്ട് കല്യാണം നടത്തിയാ പോരെ? സന്ധ്യയുടെ മൂത്ത സഹോദരൻ ചോദ്യത്തോടെ ആളെ നോക്കി. അത് മതി, എന്നാ പിന്നെ മേലത്തൂർ പണിക്കിട്ട് അടുത്തുനിന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാം. ഷാജി ഹർഷനോടാണ് അത് പറഞ്ഞത്. മതിയെങ്കിൽ ഈ മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് നോക്കാം. ഹർഷൻ തന്റെ അഭിപ്രായം കൂടി പറഞ്ഞു. പിന്നെയും കുറച്ചു നേരം കൂടി നീണ്ടുപോയി ആ സംസാരം. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് എഴുന്നേൽക്കെ വല്യച്ഛൻ ഹർഷന്റെ കൈകൾ പിടിച്ചു. അറിയാലോ, ഞങ്ങളുടെ കുട്ടിയുടെ ആദ്യത്തെ വിവാഹത്തെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ച് അന്വേഷിച്ച് ആഘോഷാക്കി നടത്തിയതാ. പക്ഷേ എത്ര ശ്രമിച്ചാലും മനുഷ്യന്മാരുടെ ഉള്ളറിയാൻ പറ്റില്ല എന്നാണല്ലോ. അങ്ങനെ ഒരു കാര്യം അവനിൽ നിന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു വിധി കൂടി ഉണ്ടാവും. എന്തായാലും ഇനിയും അതുപോലെ ആവരുത് കുട്ടിയുടെ ജീവിതം എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഹർഷനെയും രാധികയെയും വിശ്വസിക്കാൻ ഞങ്ങൾ പൊന്നുപോലെ നോക്കണം. ഹർഷനോട് പറഞ്ഞ പിന്നാലെ രാധികയെ നോക്കിയ വല്യച്ഛൻ. ചതിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല, ഞാൻ അവളെ പൊന്നുപോലെ സ്നേഹിച്ചോളാം. ഹർഷൻ അയാളുടെ വാക്കുകളിലെ വേണിയോടുള്ള സ്നേഹവും കരുതലും അറിയെ സ്നേഹത്തോടെ സൗമ്യതയോടെ പറഞ്ഞു. അതെ, വേണി ഓർത്ത് ഇനിയൊരു ടെൻഷനും വേണ്ട. അവളെ എന്റെ മോളല്ലേ, ഞങ്ങൾ അവളെ നന്നായി നോക്കിക്കോളാം. രാധികയും ഉറപ്പുകൊടുത്തു. നിറഞ്ഞ മനസ്സോടെയാണ് അവരൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഷാജിയുടെയും സന്ധ്യയുടെയും രാധികയുടെയും കാലിൽ തൊട്ട് തൊഴുത് വേണി. മൂവരും മനസ്സറിഞ്ഞ് അവൾ അനുഗ്രഹിക്കുകയും ചെയ്തു. തൊട്ടടുത്ത് തന്നെ അമലും ശ്യാമും ഉണ്ട്. ഇന്നാണ് വേണി ജോയിൻ ചെയ്യുന്നത്. ആദ്യ ദിവസം ആയതുകൊണ്ട് ഷാജി കൂടി പോകുന്നുണ്ട് കൂടെ. ഷാജിയും അമലും പിന്നാലെ അമ്മയൊന്ന് കെട്ടിപ്പിടിക്കുക കൂടി ചെയ്ത ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് സാരി തലപ്പൊതിക്കൊണ്ട് വേണി കാറിലേക്ക് കയറിയിരുന്നു. ഹർഷൻ വാങ്ങിക്കൊടുത്ത സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. ഉടുത്ത പിന്നാലെ 2-3 സെൽഫി എടുത്ത് ഹർഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. വേണിയുടെ കൂടെ ഹർഷൻ കൂടെ വരണമെന്ന് കരുതിയതാണ്, പക്ഷെ ജോലി തിരക്ക് കൊണ്ട് സാധിച്ചില്ല. കോളേജ് കോമ്പൗണ്ടിലേക്ക് കാറിരുന്നപ്പോൾ വേണി ചെറിയ ടെൻഷനോടെ കാറിൽ നിന്നിറങ്ങി. ഓഫീസിലേക്കായിരുന്നതിനിടയിൽ അമലും ഷാജി എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ പിരിമുറുക്കവും ടെൻഷനും മാറ്റിയിരുന്നു. ഈശ്വരന്മാരെല്ലാം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെയും അമ്മലിനെയും സാക്ഷിയായിക്കൊണ്ട് വേണി ജൂനിയർ ക്ലർക്കായി ചുമതലയേറ്റു.
അഭിമാനത്തോടെ സന്തോഷത്തോടെ നനവൂർന്ന കണ്ണുകളോടെ ഷാജി അമൽ നോക്കി നിന്നു. എന്നാലും എന്റെ മീനെ, കേട്ടതൊക്കെ സത്യം തന്നെയാണല്ലേ? വേണി അർഷനും തമ്മിൽ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. ബേബി ചേർത്തി നൈറ്റി തുമ്പിടിപ്പിലേക്ക് അയറ്റി കുത്തിക്കൊണ്ട് മീനമ്മ ചേർത്തിയുടെ അടുക്കള തിണ്ടയിലേക്ക് ഇരുന്നു. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കിയായിരുന്നു ചേട്ടത്തി ഒന്ന് ആഞ്ഞിരുന്നു. ആ, ഉള്ളത് തന്നെയാ. മുഹൂർത്തം കുറിച്ച് കിട്ടിയിട്ടുണ്ട്. നാളെ തന്നെ മിക്കവാറും എല്ലാവരെയും വിളിച്ചു തുടങ്ങും. അല്ലേ മീനെ, ഇത് ശരിക്കും പ്രേമ കല്യാണം തന്നെയാ അല്ലേ? ബേബി ചേർത്തി ഉള്ളിൽ പെരുത്ത സംശയം മയത്തിൽ പുറത്തെടുത്തു. ഒന്ന് പോയ എന്റെ ബേബി, പ്രേമൊന്നല്ല. ആ ഒരു വീട്ടുകാരെല്ലാം കൂടെ ആലോചിച്ച് തീരുമാനിച്ചതാ. എനിക്കറിയുന്നതല്ലേ. അല്ലേ തന്നെ ഇനി പ്രേമാണെങ്കിൽ എന്താ, നല്ല 2 മക്കളല്ലേ? മീനമ്മ ചേർത്തി പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ബേബി ചേർത്തി ഇടയിൽ കയറി. അതെന്ത് വർത്താനാ മീനെ? പ്രേമാണെങ്കിൽ ഇവിടെ ആർക്കും കുഴപ്പമുണ്ടായിട്ടൊന്നല്ല. പക്ഷേ അതാണെങ്കിൽ ഉള്ളതുപോലെ പറയാം. അല്ലാതെ ഇങ്ങനെ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ അർഷന്റെ നിശ്ചയമൊന്നും മുടങ്ങിയെന്നല്ലേ ഉള്ളൂ. അതിന് ഒന്ന് കിട്ടിയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേടുണ്ടോ? ആ നിശ്ചയം മുടങ്ങിയതിൽ തന്നെ എനിക്കിപ്പോ സംശയമുണ്ട്. മുടങ്ങിയതാണോ മുടക്കിയതാണോ എന്ന് ആർക്കറിയാം? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ആ നിശ്ചയം മുടങ്ങിയതൊക്കെ എങ്ങനെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതും ഈ കല്യാണം തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ ഇത് അവര് രാധികയും ഷാജിയും സന്ധ്യയും തീരുമാനിച്ച് ഉറപ്പിച്ചത് ഈ കല്യാണം. രാധികയായിട്ട് കൊണ്ടുവന്ന ആലോചന. വേണ്ടെന്ന് വെക്കാൻ മാത്രം എന്ത് കുറവ് അർഷനുള്ളു? നല്ലൊരു മോനല്ലേ? രാധികയായാലും ആ ഇളയ ചെക്കനായാലും സ്നേഹമുള്ളതുങ്ങളാ. അവരിവിടെ താമസാക്കിയ കാലം തൊട്ടേ 2 കുടുംബങ്ങളും എന്തൊരു സ്നേഹത്തിനും സഹകരണത്തിലോ. ഷാജിയും കുടുംബമായാലും നല്ല വീട്ടുകാരല്ലേ? മുന്നേ ഒരു കല്യാണം നടന്നു എന്നല്ലാതെ എന്തൊരു കുഴപ്പം? അത് പിരിഞ്ഞിട്ട് വർഷം കുറച്ച് ആവുകയും ചെയ്തു. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മീനമ്മ ചേർത്തി കാര്യയെ തന്നെ പറഞ്ഞു തുടങ്ങി. ഇത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നേ. നിങ്ങളല്ലാതെ ആരെങ്കിലും ഈ പുളി വിശ്വസിക്കോ? അവരിവിടെ വന്ന കാലം തൊട്ട് ആ പെണ്ണ് അവിടെ, അല്ലെങ്കിൽ ആ ചെക്കന്മാരി ഇവിടെ. അല്ലേ പിന്നെ ഒന്ന് കെട്ടിയതിനെയൊക്കെ വീട്ടിലേക്ക് ഏറ്റായിട്ടല്ലേ? ആ വീട് പൊളിച്ച സമയത്തൊക്കെ ഒരു വീട്ടിലാ കഴിഞ്ഞിരുന്ന്. അപ്പെങ്ങാനും തുടങ്ങിയ ബന്ധാവും. അല്ലേലും ആ പെണ്ണിനൊരു ഇളക്കം കൂടുതലാന്നേ. ആ ഇളയ ചെക്കൻ്റെ കൂടെ പോകുന്നതാണ്. അവന്റെ തലയിലാവുന്ന ഞാൻ ആദ്യം കരുതിയത്. ഇനിയൊരു വീട്ടിൽ തന്നെയല്ലേ? ഏട്ടനല്ലേ അനിയൻ അവിടെ ഉണ്ടാവുമല്ലോ. എന്തായാലും കൊള്ളാം. പുളിങ്കൊമ്പി തന്നെയാ കയറി പിടിച്ചിരിക്കുന്നത്. മീനമ്മ വാപളിച്ചു പോയി ബേബി ചേർത്തിയുടെ വർത്താനം കേട്ട്. ബേബിയെ ഇങ്ങനെയൊന്നും പറയില്ലേടി. നല്ലൊരു മോളാ അത്. നല്ല തങ്കം പോലത്തെ മനസ്സാ. അതിന്റെ ദോഷത്തിന് ആദ്യത്തെ ബന്ധവും നീണ്ടില്ല. ഇപ്പൊ പ്രേമിച്ചായാലും അല്ലെങ്കിൽ രണ്ടാമത് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുക. നീ ഇങ്ങനെ വായിൽ തോന്നിയെ വിളിച്ചു പറഞ്ഞാൽ അത് ഇല്ലാതാക്കണ്ട. ചെറുപ്രായത്തിൽ കുറച്ചൊന്നല്ലാതെ അനുഭവിച്ചത്. ഇപ്പൊ പഠിച്ചൊരു ഉദ്യോഗക്കായിട്ടാ അത് രണ്ടാമതൊരു കല്യാണത്തിന് സമ്മതിച്ചെന്നെ. അല്ലാതെ ചെക്കന്മാരെ കിട്ടായിട്ടോ കല്യാണം ശരിയാവാഞ്ഞിട്ടോ അല്ല. പിന്നെ ഈ വർത്താനം പറയാനാണെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ട ബേബിയെ. എനിക്ക് അന്നം തരുന്നവരെ കുറ്റം പറയുന്നത് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. മീനമ്മ സാമ്പാറുള്ള നുറുക്കിയതും കൊണ്ട് എണീറ്റു. അതോടെ മുഖം കറുപ്പിച്ചുകൊണ്ട് ബേബി എണീറ്റു. ഞാൻ പോണു. ഇനി ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് നിന്റെ അന്നം മുട്ടണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു തന്നെയാ സത്യം നിനക്കൊക്കെ മനസ്സിലാവും. കല്യാണം കഴിഞ്ഞ് 10 നിൽക്കില്ല. അതിനു മുമ്പേ അവള് പേറും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ എടുപിടിന്ന് കല്യാണം നടത്തുന്നേ? അടുക്കള മുറ്റത്തെ വേപ്പില ചോട്ടിലേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് പിന്നെയും എന്തൊക്കെയോ പിറുവിറുത്ത് ബേബി ചേർത്തി നടന്നുപോയി. വല്ലാത്തൊരു സ്ത്രീ തന്നെ. എന്നോട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ നാട് മൊത്തം എന്തൊക്കെ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടാവും ഇവര്. മുഖം ഇഷ്ടക്കേടോടെ ചുളിച്ച് മീനമ്മ സ്വയം പറഞ്ഞു. കല്യാണ തിരക്കിലേക്ക് കടന്ന് 2 വീടുകളും ആളുകളെ ക്ഷണിക്കൽ ആരംഭിച്ചു. കല്യാണ ഷോപ്പിംഗ് ഒരിടത്ത്, വീട് പെയിന്റ് അടിക്കലും വൃത്തിയാക്കലും മറുവശത്ത്. അങ്ങനെ ആകെ മൊത്തം എല്ലാവരും തിരക്കിലാണ്. കയ്യിലും കഴുത്തിലും മുഖത്തുമെല്ലാം പച്ചമഞ്ഞൾ അരച്ച് തേച്ച് പിടിപ്പിച്ച് അടുക്കളയിലെ നിലത്ത് മരപ്പലകയിൽ ഇരിക്കുകയാണ് വേണി. കല്യാണത്തിൽ പിന്നെ സന്ധ്യയുടെയും രാധികയുടെയും മേൽനോട്ടത്തിൽ സൗന്ദര്യ പരീക്ഷണങ്ങളും മറ്റും തകൃതിയിൽ നടക്കുന്നുണ്ട്. കൂടെ തന്നെ അഞ്ജനയുടെ വകയുമുണ്ട് ഫോൺ വഴിയുള്ള ബ്യൂട്ടി ടിപ്സ്. അഞ്ജനയും ആകെ ത്രില്ലിലാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാരിയുടെ അവൾ പ്രണയിച്ച വ്യക്തിയോടൊപ്പം ആഗ്രഹിച്ച ജീവിതം നേടുന്ന കാണാൻ കാത്തിരിപ്പാണ്. പുറത്ത് പണിക്കാറുണ്ട്. മുറ്റത്തെയും പറമ്പിലെയും പുല്ലും കാടുമെല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയാണ്. സന്ധ്യ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിലെടുത്ത് പോയിട്ട് കുറച്ചു നേരമായി. ഷാജി ഇല്ലാത്തതുകൊണ്ട് സന്ധ്യ തന്നെയാണ് എല്ലാത്തിനും മേൽനോട്ടം കൊടുക്കുന്നത്. കല്യാണം കഴിയുന്നവരെ അങ്കണവാടിയിൽ ലീവ് എടുത്തിരിക്കുകയാണ്. അമൽ പിന്നെ ഇവിടുത്തതിനേക്കാൾ 7 നേരം ശ്യാമിന്റെ കൂടെ അവിടെയാണ്. പുറകുവശത്ത് ആ ചെമ്പരത്തി തൈ പറ്റ വെട്ടിക്കളഞ്ഞടി. ഞാനത് വെട്ടേണ്ടെന്ന് പറയാനാണെങ്കിൽ മറന്നും പോയി. നിരാശയോടെ പറഞ്ഞുകൊണ്ടാണ് സന്ധ്യ അടുക്കളയിലേക്ക് കടന്ന് വേണി കഴുത്തിൽ ചുരണ്ടുകൊണ്ട് അമ്മയെ നോക്കി. ഒരു ചെമ്പരത്തിയല്ലേ, വേറെ എത്ര എണ്ണുണ്ട് ഇവിടെ? വേണി നിസ്സാരതയോടെ പറഞ്ഞു. സന്ധ്യക്ക് പക്ഷെ എന്നിട്ടും ആ സങ്കടം പോയിരുന്നില്ല. പൂക്കളും ചെടികളും അവർക്ക് അത്രയ്ക്ക് പ്രിയമാണ്. ഞാൻ പോയി കുളിക്കട്ടെ അമ്മ, എത്ര നേരായിപ്പോ? വേണി ചെറിയൊരു മടുപ്പോടെ അവരെ നോക്കി. ചെല്ലെന്ന പണിയെല്ലാം വേഗം തീർത്ത് ആ ബ്ലൗസ് അടുപ്പിക്കാൻ കൊണ്ടുകൊടുക്കാം. സന്ധ്യ അടുപ്പത്തെ കരം തുറന്നു ഒരു തവിയെടുത്ത് ഇളക്കിക്കൊണ്ട് അരി വെന്തോ എന്ന് നോക്കാൻ തുടങ്ങിയപ്പോൾ വേണി റൂമിലേക്ക് നടന്നു. ഫോണിൽ അർഷന്റെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ത്വരയുണ്ടായിരുന്നെങ്കിലും അവൾ അത് അടക്കി പിടിച്ച് വേഗം കുളിക്കാൻ കയറി.
നേരത്തെ തന്നെ കുളിച്ചു മാറാനുള്ളതെല്ലാം എടുത്തു വെച്ചിരുന്നു. ചെറുപയർ പൊടിയും ചെമ്പരത്തി താളിയും എല്ലാം ഉപയോഗിച്ചുള്ള കുളി 40 മിനിറ്റോളം നീണ്ടിരുന്നു. ബാത്റൂമിൽ നിന്നിറങ്ങിയ പാടെ അവൾ വന്ന് നോക്കിയത് ഹർഷന്റെ മെസ്സേജാണ്. യൂണിഫോമിൽ ഡിസ്ട്രിക്ട് കോർട്ടിന്റെ മുന്നിലെ ചായക്കടയിൽ നിന്നുള്ളൊരു സെൽഫി 1/4 മണിക്കൂർ മുമ്പ് അയച്ചതാണ്. ഇപ്പോൾ ഓൺലൈനിലില്ല. വേണിയും തിടുക്കത്തിലൊരു സെൽഫി എടുത്ത് അയച്ചു. പിന്നെ അവൻ അയച്ച ഫോട്ടോ എടുത്ത് സൂക്ഷ്മമായി നോക്കാനും തുടങ്ങി. സന്ധ്യയുടെ പണികൾ കൂടി ഒതുങ്ങിയപ്പോൾ വേണിയും സന്ധ്യയും ഒരുമിച്ച് കല്യാണത്തിലുള്ള സാരികളുടെ ബ്ലൗസ് തയ്ക്കാനായി ഇറങ്ങി. ടെമ്പിൾ വെഡിങ് ആയതുകൊണ്ട് തന്നെ സെറ്റും മുണ്ടുമാണ് താലികെട്ടിന് കൊടുക്കുന്ന വേണി. വെഡിങ് സാരിയെല്ലാം ഇന്നലെ എല്ലാവരും ഒരുമിച്ച് പോയി എടുത്തതാണ്. പക്ഷേ അപ്പോഴും ഹർഷൻ ഇല്ലായിരുന്നു. അതിൽ വേണിക്ക് ചെറുതല്ലാത്ത പരിഭവം ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. പിന്നെ അവന്റെ തിരക്കുകളെല്ലാം അറിയുന്നതുകൊണ്ട് അവൾ കാര്യമാക്കിയില്ല. ഇനി ബാക്കിയുള്ള ഓർണമെന്റ്സ് മാറ്റി വാങ്ങാൻ കൂടിയാണ്. അത് ഷാജിയുടെ തിരക്കൽ കൂടി ഒന്ന് ഒഴിഞ്ഞ ശേഷം പതുക്കെ പോയി വാങ്ങാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടൗണിൽ പുതുതായി തുടങ്ങിയ ഷോപ്പിലേക്കാണ് വേണിയും സന്ധ്യയും ചെന്ന്. എല്ലാ സാരികളുടെയും ബ്ലൗസും അവിടെ തന്നെ ഡിസൈൻ എല്ലാം പറഞ്ഞ് തയ്ക്കാൻ കൊടുത്ത ശേഷം വീട്ടിലെത്തിയപ്പോൾ ഉച്ചയോട് അടുത്തിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പണിക്കാർക്ക് ഭക്ഷണം കൊടുത്ത് അവരും കഴിച്ചു. ഇതിനിടയിൽ അമൽ ഒരു വട്ടം പോലും വീട്ടിലേക്ക് വന്നില്ല. അവിടെയും തൊടിയെല്ലാം ചെത്തിക്കോരി വൃത്തിയാക്കിയാണ്. കൂടെ ഭിത്തിയെല്ലാം പെയിന്റ് അടിക്കാനും ആള് വന്നിട്ടുണ്ട്. ഇവിടുത്തെ പെയിന്റിങ് ഒരാഴ്ച മുമ്പ് തന്നെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞതും ഷാജി എത്തി. അയാൾ വിവാഹം ക്ഷണിക്കാനായി കുറച്ച് ദൂരെ വരെ പോയതായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇനി ഷാജിയും സന്ധ്യ ഒരുമിച്ച് ഇവിടെ അടുത്തുള്ള ആളുകളെ അയൽക്കാരുമെല്ലാം ചെന്ന് ക്ഷണിക്കാമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. ഷാജിയും സന്ധ്യയും പോയതോടെ വേണി അഞ്ജനയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. കോർട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ ഹർഷൻ ഫോൺ എടുത്ത് നോക്കി. വേണിയുടെ ചാറ്റ് ബോക്സിൽ നോക്കിക്കൊണ്ട് അവൻ വണ്ടിയിലേക്ക് കയറി. കുളിച്ചിറങ്ങി വന്ന് മുടിയിൽ വെള്ളത്തോർത്ത് ചുറ്റി മുഖത്തും കഴുത്തിലും വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നെറ്റിയിലേക്ക് നനഞ്ഞൊട്ടി പതിഞ്ഞിരിക്കുന്ന കുറുനിരകളും ഹർഷന്റെ ചെറിയ കണ്ണുകൾ അങ്ങനെ അങ്ങനെ അവളിൽ ഓരോന്നും പതിയെ പതിയെ ആവേശമോ കൊതിയോ എന്നറിയാത്ത വണ്ണം ഒപ്പിയെടുത്തു. സൂം ചെയ്ത് പിന്നെയും പിന്നെയും നോയിക്കൊണ്ടേയിരുന്നു. ഈയിടെയായി അവളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും തന്നിലെ പൗരുഷം ഉണർത്തുന്നുവെന്നത് അവന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവളെ ഒന്ന് കാണാൻ, അവളെ ഒന്ന് കേൾക്കാൻ, വാതോരാതെ സംസാരിക്കാൻ, സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാനെല്ലാം തീവ്രമായി ആഗ്രഹിച്ചു പോകുന്നു. വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ തനിക്കവളും അവൾക്ക് താനുമായി മാറാൻ എന്ന പോലും നീണ്ട കാത്തിരിപ്പ് പോലെ തോന്നിപ്പോകുന്നു. ചുണ്ടിലെ പ്രണയത്തിൽ കുതിർന്ന പുഞ്ചിരിയോടെ ഹർഷൻ ഫോണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന കാണെ ഡ്രൈവറും മറ്റൊന്നും പറയാതെ ചെറിയൊരു ചിരിയോടെ പതിയെ വണ്ടിയെടുത്തു. ഹർഷൻ വീട്ടിലെത്തുമ്പോൾ മിക്ക ദിവസങ്ങളിലുള്ള പോലെ മുൻവാതിൽ തുറന്നു കിടപ്പാണ്. അകത്തെ പെയിന്റിംഗ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് ചെന്നു. അവിടെ നിലത്തിരുന്ന പഴുത്ത ചക്ക കഴിക്കുകയാണ് 3 പേരും. ഇതെവിടുന്ന ചക്ക? ഹർഷൻ കയ്യിലെ ഫയൽ മറുകയിലേക്ക് മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഇത് മീനമ്മ ചേർത്തി തന്നതാ. രാധിക ഒരു ചുളയെടുത്ത് അവന് നീട്ടിയപ്പോൾ അവൻ കുഞ്ഞു വന്നത് കഴിച്ചു. എന്താ ഇവിടുത്തെ പണികളൊക്കെ? പണിക്കാർക്ക് എപ്പോഴാ പോയേ? ഹർഷൻ കഴിച്ചുകൊണ്ട് ചോദിച്ചു. പെയിന്റ് അടി 4 ദിവസം കൂടി എന്തായാലും ഉണ്ടാവും. പിന്നെ തൊടിയിലെ പണിയൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞ് രാധിക തന്നെ മറുപടി നൽകി. അമലും ശ്യാമും പിന്നെ അവിടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന കഴിക്കുന്നതിൽ തന്നെയാണ്. അവിടുത്തെ പണികളൊക്കെ എന്തായി അമല്? കഴിഞ്ഞോ? ഹർഷൻ അമലിനെ നോക്കി ചോദിച്ചു. ആ, കഴിഞ്ഞു തോന്നുന്നു. ഞാനിന്ന് വീട്ടിൽ പോയിട്ടില്ല, അവനൊരു ഇളിയോടെ പറഞ്ഞു. ഹർഷൻ കണ്ണുകുറിപ്പിച്ച് പിന്നെ ഒരു നിശ്വാസത്തോടെ തിരിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൽ രാത്രി പോലും വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് അവനും അറിയുന്ന കാര്യമാണ്. ഞാൻ ഫ്രഷായി വന്നിട്ട് കഴിക്കാം. അവൻ അമ്മ വീണ്ടും കഴിക്കാൻ നീട്ടിയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഹർഷൻ ഫ്രഷായി വന്നു. എല്ലാവരും കഴിക്കാനിരുന്നു. അങ്കിള് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ. ആന്റി ഇപ്പോഴും വാശിൽ തന്നെയാണെന്ന് പറഞ്ഞു. മിക്കവാറും കല്യാണത്തിന് വരുന്നുണ്ടാവില്ലെന്ന്. ഹർഷൻ പ്ലേറ്റിലേക്ക് 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട് പറഞ്ഞു. അത് കേട്ടത് 3 പേരും പരസ്പരം നോക്കി. ആന്റി വരില്ലെന്ന് എനിക്ക് ആദ്യം ഉറപ്പായിരുന്നു. നിങ്ങളൊക്കെ വരുന്ന കരുതിയിരുന്നേ. ശ്യാം വലിയ കാര്യമാക്കാതെ പറഞ്ഞപ്പോൾ രാധികൊന്നും പറഞ്ഞില്ല. പക്ഷെ അവരുടെ മുഖം സങ്കടം എന്ന പോലെ വാടിപ്പോയിരുന്നു. പക്ഷെ കുട്ടികളെയും കല്യാണത്തിന് വീട്ടിലെന്നാ ആന്റി പറയുന്നെന്ന് ഹർഷൻ രാവിലെ കോർട്ടിൽ നിൽക്കുമ്പോൾ ഗോപൻ വിളിച്ചതോർത്തുകൊണ്ട് പറഞ്ഞു. അത് എന്ത് പരിപാടിയാ? പിന്നെ അത് ആന്റിയാണ് തീരുമാനിക്കുന്നത്. അവർക്ക് ഇഷ്ടമില്ല വരണ്ട. പക്ഷെ അത് പറഞ്ഞോട് പിള്ളേർ വീട്ടിലെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. അവരുടെ ഒരു ഈഗോ. ദേട്ടാ അമ്മേ, ആര് സമ്മതിച്ചാറില്ലെങ്കിൽ ശരി, ഞാൻ കൊണ്ടുവരും കുട്ടികളെ. ആ, ശ്യാം കലിയോടെ പറഞ്ഞു നിർത്തി. എന്റെ ചെക്ക, നീ ഒന്ന് അടങ്ങി. അത് അപ്പോഴത്തെ കാര്യമല്ലേ, അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അമലിന്റെ തെളിച്ചമില്ലാത്ത മുഖം ശ്രദ്ധിച്ചുകൊണ്ട് രാധിക ആ വിഷയം തന്നെ അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവർക്കുള്ളിലും വല്ലായ്മ തന്നെയാണ് മുന്നിട്ട് നിന്നത്. അമ്പലത്തിൽ വെച്ചൊരു ചെറിയ ചടങ്ങായി താലികെട്ട് മാത്രം. രാത്രി ഹർഷന്റെ സുഹൃത്തുക്കൾക്കും ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സിനുമായി റിസപ്ഷനും വലിയ ആഘോഷങ്ങളോ നീണ്ട ചടങ്ങുകളോ ഒന്നുമില്ല. 2 വീട്ടുകാരുടെയും താല്പര്യത്തിന് പുറത്താണ് വിവാഹം ലളിതമാക്കിയത്. വിവാഹത്തിന് 2 ദിവസം മുമ്പ് തന്നെ ഷാജിയുടെ വീട്ടിൽ ബന്ധുക്കളെല്ലാവരും എത്തിയിരുന്നു. ബഹളവും തമാശകളും ഒക്കെയായി അതൊരു കല്യാണ വീടായി മാറാൻ വലിയ താമസം വന്നില്ല. ഹർഷന്റെ അവിടെ അത്രയ്ക്ക് തിരക്കും ആളുകളും കല്യാണ തലേന്ന് പോലും ഇല്ലായിരുന്നു. നിഷയുടെ വാശി പോലെ ചിക്കൻ ബോക്സ് പിടിവിട്ടുകൊണ്ട് വിവാഹത്തിന് പങ്കെടുക്കേണ്ടി വന്നില്ല. ഗോപൻ കുട്ടികളുമായി നേരത്തെ എത്തുകയും ചെയ്തു.
രാധികക്ക് അത് വലിയ മനപ്രയാസം തന്നെയായിരുന്നു. ഇതാദ്യമായിട്ടാണ് നിഷയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം. അതിന്റെ വിഷമം രാധികയുടെ മുഖത്ത് എപ്പോഴും തെളിഞ്ഞു കാണാം. തലേ ദിവസം വേണിയുടെ വീട്ടിൽ അവർ ബന്ധുക്കൾ മാത്രമായി ചെറിയ ആഘോഷങ്ങളും ഗെയിംസും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വേണി ഉറങ്ങാൻ കിടന്നപ്പോൾ രാത്രി 12 കഴിഞ്ഞിരുന്നു. അവൾ ഫോണെടുത്ത് അർഷനെ നോക്കിയപ്പോൾ അവൻ ഓൺലൈനിൽ തന്നെയുണ്ട്. ഇന്നലെ വരെയും അവന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നു മുതലാണ് അർഷൻ ലീവ് എടുത്തിരിക്കുന്നത്. വേണി ഉറങ്ങുവരെയും അർഷനോട് ചാറ്റ് ചെയ്തിരുന്നു. രാവിലെ സന്ധ്യയാണ് വേണിയെ തട്ടി ഉണർത്തിയത്. വീട് ഉണർന്നിട്ടുണ്ട്. അകത്തും പുറത്തുമെല്ലാം വെളിച്ചവും ചെറിയ ബഹളങ്ങളും കേട്ട് തുടങ്ങുന്നുണ്ട്. വേണിയും പെട്ടെന്ന് തന്നെ പോയി ഫ്രഷായി വന്നു. അപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. വേണിയുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുക്കമെല്ലാം പൂർത്തിയായി വിവാഹവേഷത്തിൽ ഇറങ്ങി വന്നവളെ കണ്ടപ്പോൾ ഷാജിയുടെയും സന്ധ്യയുടെയും കണ്ണുകൾ കലങ്ങി. അവരൊരുമിച്ച് അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു. അതിനിടയിലേക്ക് അമലും കൂടി ചേർന്നപ്പോൾ 4 പേരുടെയും കണ്ണുകളും ചുണ്ടുകളും വിതുമ്പിപ്പോയി. നന്ദനാണ് പിന്നെ 4 പേരെയും വിടുവിച്ചത്. ശേഷം മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങ് കൂടി കഴിഞ്ഞതോടെ എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങി. വേണി വീട്ടുകാരെത്തിയപ്പോൾ അഞ്ജനയും ഹസ്ബൻഡ് അമ്പലത്തിലെത്തിയിരുന്നു. അഞ്ജനയെ കണ്ടതും വേണി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അഞ്ജന 2 മാസം ക്യാരിങ് ആണ്. ഗർഭിണിയായിരിക്കുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടിപ്പോൾ. അതുകൊണ്ടാണ് നേരത്തെ വീട്ടിലേക്ക് വരാതെ നേരിട്ട് അമ്പലത്തിലേക്ക് വന്നത്. സുന്ദരിയായല്ലോ, അഞ്ജന വേണിയുടെ താടിത്തുമ്പുയർത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. വേണി മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവളുടെ ക്ഷീണിച്ച മുഖത്തും കുഞ്ഞു വയറിലൊന്ന് വാത്സല്യത്തോടെ തൊട്ടു തഴുകി. പിന്നെയും 10 മിനിറ്റുകൾ കൂടി കഴിഞ്ഞാണ് ഹർഷനും കൂട്ടരും എത്തിയത്. നെയ്ബേഴ്സിൽ കൂടുതൽ പേരും ഹർഷന്റെ കൂടെയാണ് അമ്പലത്തിലേക്ക് എത്തിയത്. മീനമ്മ പക്ഷേ സന്ധ്യയുടെ കൂടെ തന്നെ എത്തിയിരുന്നു. അമൽ ഹർഷന് ഹസ്തദാനം നൽകി സ്വീകരിച്ചിരുത്തി മണ്ഡപത്തിലേക്ക്. വേണിയും അഞ്ജനയും മറ്റ് കസിൻസും ഒഴികെ എല്ലാവരും ചെറുക്കനെ കാണാൻ മണ്ഡപത്തിനരികിലേക്ക് ചെന്നു. ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നുവെങ്കിലും അവനിൽ എടുത്തു കാണിക്കുന്ന ഗൗരവം തന്നെയാണ് അവരും ആദ്യം ശ്രദ്ധിച്ച്. കസവും മുണ്ടും ഗോൾഡൻ കളർ ഷർട്ടിൽ അവന്റെ ഭംഗി എടുത്തറിയാം. കണ്ണുകൾ പക്ഷേ വേണിയൊന്ന് കാണാൻ തിടുക്കം കൊള്ളുന്നുമുണ്ട്. കുറച്ചധികം ദിവസങ്ങളായി തൊട്ടടുത്തുണ്ടായിട്ട് അവളെ ഒന്ന് നേരിൽ കണ്ടിട്ട്. കാത്തിരിപ്പിനൊടുവിൽ ചുവന്ന പട്ടുസാരിയിൽ സർവാഭരണ വിഭൂഷിതയായി താലം പിടിച്ച് ചെറുപുഞ്ചിരിയോടെ മണ്ഡപത്തിലേക്ക് നടന്നു വരുന്നവളെ ഹർഷൻ തന്റെ ഉള്ളിലെ എല്ലാ ഇഷ്ടത്തോടെയും നോക്കി. മണ്ഡപത്തിലേക്കായ ഒരു സദസ്സിനെ വണങ്ങി വേണി ഹർഷന്റെ അരികിലായി വന്നിരുന്നു. തന്നിലേക്ക് മാത്രം നോട്ടമെറിഞ്ഞു നിൽക്കുന്നവനെ കണ്ണുകൾ മാത്രം ഉയർത്തി വേണിയും നോക്കി. തനിക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന അവനിൽ തന്നോടുള്ള സ്നേഹവും പ്രണയവും കാണെ വേണിയുടെ അധരങ്ങൾ വീണ്ടും ഒന്ന് വിരിഞ്ഞു. രാധികയും ശ്യാമും ഷാജിയും സന്ധ്യയും അഞ്ജനയും അമലുമൊക്കെ മണ്ഡപത്തിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവരോരോരുത്തരുടെയും സന്തോഷം ആ മുഖങ്ങളിൽ നിന്ന് തന്നെ അറിയാം. തിരുമേനി നൽകിയ തീർത്ഥം കുടിച്ച് പ്രസാദത്തിൽ നിന്നൊരൽപ്പം ചന്ദനമെടുത്ത് തൊട്ട് വേണിയും ഹർഷനും. പൂജിച്ചു വെച്ച ഹർഷൻ എന്ന് കുത്തിയ പൊന്നിന്റെ താലിമാല തട്ടിൽ നിന്ന് എടുത്തു നൽകി തിരുമേനി. ഹർഷനേറിയ ഹൃദയമിടിപ്പോടെ ആ താലി വാങ്ങി വേണിക്ക് നേരെ തിരിഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ തന്നെ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ആ താലിക്കായി കഴുത്തു കുനിച്ചു. മേളങ്ങളുടെ കുരവയുടെ അകമ്പടിയോടെ ഹർഷൻ താലിയാർത്തി. അഞ്ജന പുറകിൽ നിന്ന് വേണിയുടെ മുടിയും മുല്ലപ്പൂവെന്ന് ഒതുക്കിക്കൊടുത്തു. ഹർഷന്റെ പെങ്ങള സ്ഥാനം അലങ്കരിച്ചു. വേണിയിലേക്കൊന്നാഞ്ഞ് കഴുത്തിൽ താലി മുറുക്കുമ്പോൾ വേണിയുടെ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ. ഹർഷൻ താലി കെട്ടിക്കഴിഞ്ഞതും ആ കണ്ണീരിൽ കുതിർന്ന കവിളിൽ പതിയെ തന്റെ ചുണ്ടുകളും പതിപ്പിച്ചു. വേണി ഒരു പിടയിലോടെ കണ്ണുകൾ തുറന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.